ഇപ്പോൾ സുരേഷ് താളൂര് നമ്മൾക്കൊപ്പം വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. CPM-ൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്, KSK2-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. സുരേഷ്, ഞാൻ ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വളരെ കാര്യമായി ഇക്കാര്യത്തിൽ കുറേ ദിവസങ്ങളായി ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്താതിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കരാർ വെച്ചയാളെ കണ്ടെത്താനായില്ല, അതുപോലെ തന്നെ പാർട്ടിക്ക് ഒരു പരാതിയും IC ബാലകൃഷ്ണന് എതിരെ കിട്ടിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയിരുന്നുവെങ്കിൽ പരിശോധിക്കുമായിരുന്നു. അതേസമയം അപ്പുറത്ത് രമേശ് ചെന്നിത്തല പറയുന്നു KPCC അന്വേഷണ കമ്മീഷനെ വെച്ചു, പരിശോധിച്ചു, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു, പക്ഷേ IC ബാലകൃഷ്ണൻ ഇതിൽ പങ്കില്ല. ഒരിടത്ത് പരാതിയെ വന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു പരാതി വന്നപ്പോൾ സണ്ണി ജോസഫ് കമ്മീഷൻ അങ്ങനെയാണ് വന്നത്, പരിശോധിച്ചു, അതിലൂടെ എല്ലാം പരിഹരിച്ചു എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. വയനാട്ടിൽ ഉള്ള ആളെന്നുള്ള നിലയിൽ സുരേഷ്, എന്താണ് സത്യം? എന്താണ് ഇത് ഈ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യം? എന്താണ്? 4 പതിറ്റാണ്ട് കാലം വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്ന വിജയേട്ടൻ, ആ വിജയേട്ടൻ ആത്മഹത്യ ചെയ്ത എന്തിനാണെന്ന് പറയാനുള്ള ബാധ്യത KPCC നേതാക്കന്മാർക്കുണ്ട്. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും അത് വിശദീകരിക്കാൻ തയ്യാറാവണം. കാരണം വിജയേട്ടൻ, കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്, വിജയേട്ടൻ സൗമ്യനായ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഒരാളായിരുന്നു. അങ്ങനെ സൗമ്യനായ വിജയേട്ടൻ, അദ്ദേഹം സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി PSC എഴുതി ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്നത്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്ന് DCCയുടെ ജനറൽ സെക്രട്ടറിയായി, DCC അംഗമായി, DCC ജനറൽ സെക്രട്ടറിയായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററായി, സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി, സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററായി, അങ്ങനെ ദീർഘകാലത്തെ പൊതുവോത്തിന് പരിചയമുള്ള വിജയേട്ടൻ ഒരു സുപ്രഭാതത്തിൽ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന് വിഷമൊഴിച്ചു കൊടുത്ത് ആ വിജയേട്ടൻ വിഷം കഴിക്കുകയും ചെയ്ത ആ 2 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളത്? ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് പറയുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ച IC ബാലകൃഷ്ണന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഗ്രൂപ്പ് മാനേജർമാരുടെ സംരക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ന്യായീകരണത്തെ അങ്ങനെ മാത്രമേ കാണാൻ കഴിയൂ. ഇവിടെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പരാതിയുടെ കത്ത്, അതായത് ശ്രീമാൻ NM വിജയൻ KPCC പ്രസിഡന്റ് ശ്രീമാൻ K സുധാകരൻ അയച്ച കത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വളരെ മുമ്പേ അയച്ചിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ബാങ്ക് നിയമനത്തിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച് പണം വാങ്ങി, അതിൽ IC ബാലകൃഷ്ണന്റെ കയ്യിലാണ് പണമുള്ളത്. ആ പണം വേറെ പലരോടും വാങ്ങിയിട്ടുണ്ട്. ആ പണം തിരികെ കൊടുക്കാത്തതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് അന്വേഷിക്കണമെന്ന് ശ്രീമാൻ KPCC പ്രസിഡന്റ് ശ്രീമാൻ NM വിജയൻ അയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ സുരേഷ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പാർട്ടിക്ക് മുമ്പിൽ ഒരു പരാതിയുമില്ല എന്ന് VD സതീശൻ പറഞ്ഞത് കളവാണെന്നാണോ? അതെ, തീർച്ചയായും. VD സതീശൻ കണ്ണടച്ചാൽ VD സതീശൻ ഇരുട്ടാവും, പക്ഷെ കേരളക്കാർക്ക് ഇരുട്ടാവില്ല. ഈ വയനാട്ടിലും സുൽത്താൻ ബത്തേരിയിലുമുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ 2ാം നിര നേതാക്കന്മാർക്കുമെല്ലാം മണ്ഡലാടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും എല്ലാം പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണ് വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സുരേഷ്, അങ്ങനെയാണെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പാതി സത്യമുണ്ടെന്നാണോ? രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് കുറച്ചെങ്കിലും ശരി, അദ്ദേഹം കുറച്ചെങ്കിലും നീതി. കാരണം KPCCക്ക് പരാതി പോവുകയും സുധീരൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ പരാതി പോവുകയും ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് നിന്ന് കമ്മീഷൻ നിയമിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ സംഷാദ് മരക്കാരും ഞാനും ഒരു ചാനലിന്റെ ചർച്ചയിൽ സംഷാദ് അഡ്മിറ്റ് ചെയ്തതാണ്. പച്ചക്കള്ളമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ശ്രീമാൻ VD സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, KPCC ആഫീസിൽ പോയി ഫയൽ പരിശോധിച്ച് നോക്കണം. അവിടെ ശ്രീമാൻ IC ബാലകൃഷ്ണനെതിരെ വന്ന പരാതികൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിയും. സുധീരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയുണ്ട്. അതേപോലെ തന്നെ ശ്രീമാൻ K സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയുണ്ട്. സുധീരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുണ്ട്. അതിനുശേഷം വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു. ആ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമാൻ KE വിനയനും, അതേപോലെ തന്നെ ഇപ്പോഴത്തെ അർബൻ ബാങ്കിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ രാജശേഖരനും, അതേപോലെ തന്നെ കേരളത്തിന്റെ വയനാടിന്റെ സംഘടനാ ചാർജുള്ള KPCC മെമ്പറും കൂടി അംഗമായിട്ടുള്ള 3 അംഗ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ KPCCക്ക് ആകെ അറിയാവുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KPCC വരെ നീളുന്ന, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വരെ നീളുന്ന തട്ടിപ്പാണിതിൽ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയേണ്ടി വന്നത്. അതായത് പണം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണോ വയനാട്ടുകാർ പറയുന്നത്? പണം അങ്ങോട്ടേക്ക് പണം ഇങ്ങനെ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ചുരമിറങ്ങി ഇങ്ങോട്ട് നേതാക്കളിലേക്കും നേതൃത്വത്തിലേക്കും വന്നിട്ടുണ്ടെന്നാണോ വയനാട്ടുകാർ പറയുന്നത്? സ്വാഭാവികമല്ലേ? വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ഈ വൻ തട്ടിപ്പ് ബത്തേരിയിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന, വയനാട്ടിലെല്ലാം മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന, പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാം അറിയാവുന്ന ഒരു തട്ടിപ്പ് ശ്രീ ചെന്നിത്തല മാത്രം അറിയുന്നില്ല, ശ്രീ VD സതീശൻ മാത്രം അറിയുന്നില്ല, ശ്രീ K സുധാകരൻ മാത്രം അറിയുന്നില്ല എന്നതിന്റെ അർത്ഥം ഈ നേതാക്കന്മാർക്ക് ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. ഇവിടെ പ്രശ്നം, നിങ്ങൾ കോൺഗ്രസ്സുകാർ വിശദീകരിക്കേണ്ട ഒരു കാര്യം, 4 പതിറ്റാണ്ട് കാലം വയനാട് രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിരുന്ന വിജയേട്ടൻ എന്തിനു മരിച്ചു? സുരേഷ് അത് നേരത്തെ സൂചിപ്പിച്ചു. സുരേഷ് അതിലേക്ക് വരാം.